ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫും ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സേഫായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തേതൊരു ട്രാവൽ വ്ളോഗാണേ. അപ്പോൾ ഇന്നത്തെ യാത്ര കുട്ടിക്കാനത്തേക്കാണ്. എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു പ്രധാന സ്ഥലമാണ് ഈ കുട്ടിക്കാനമേ. ഇവിടുത്തെ വൈബ് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഞാൻ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയും ചെറിയ തണുപ്പും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ പ്രാവശ്യം കുട്ടിക്കാനം പോയിട്ടുണ്ട്. എപ്പോൾ പോയാലും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുക. അപ്പം ഈ ലാസ്റ്റ് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത്. ഇവിടുത്തെ പ്രകൃതിരമണീയമായ കാഴ്ച എന്താ പറയുക, ഒരു രക്ഷയില്ല. എന്നെപ്പോലെ ടൗണിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള യാത്രകളും ഇതുപോലെയുള്ള ഒരു ആംബിയൻസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുവേ. ഇവിടുത്തെ മലനിരകളും പച്ചപ്പും തേയിലത്തോട്ടങ്ങളും പൈൻ മരങ്ങളും വല്ലാത്ത അനുഭവമാണ്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വന്ന് താമസിച്ചാൽ കൊള്ളാം, സ്ഥിരതാമസം ആക്കിയാൽ കൊള്ളാമെന്നൊക്കെ. പക്ഷേ അതിന് നമുക്ക് പറ്റില്ലല്ലോ. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്ന് വന്ന് കണ്ടു പോകാനൊക്കെയല്ലേ പറ്റത്തുള്ളൂ. ഭാഗ്യത്തിന് ഞാൻ വണ്ടി കയറിയപ്പോൾ തന്നെ എനിക്ക് സൈഡ് സീറ്റ് കിട്ടി. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റി. ഇതിപ്പോൾ എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്നറിയില്ല. എന്നാലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ എടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ കുട്ടിക്കാനത്ത് വരാത്ത ആൾക്കാരൊക്കെ ചുരുക്കമാണ്. ഇപ്പം മിക്കവരും ഇങ്ങനെ പ്രിയദർശിനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും എല്ലാ സ്ഥലങ്ങളും ഒക്കെ കാണാൻ പോകാറുണ്ട്. അങ്ങനെ വരാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ച് പോകേണ്ടതാണ്. പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. നല്ല നല്ല വീഡിയോസ് എടുക്കാനും റീൽസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല എന്താ പറയണ്ടേ, നല്ല രസമാണ് കാണാൻ. ഒരു രക്ഷയില്ല. പിന്നെ അത്യാവശ്യം കോടയുണ്ട്. അത് കാരണം നമുക്ക് എന്താ പറയുന്നത്, നല്ലൊരു തണുപ്പും എല്ലാം ആയിട്ട് എനിക്ക് എന്താണെന്നോ ഇവിടെ നിന്ന് തിരിച്ചു വരാനേ തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് ഇത്. ചെറുപ്പകാലം തൊട്ടേ എനിക്ക് ഇതുപോലെ മലനിരകളും ഈ കുന്നിൻ ചെരുവുകളും ഇങ്ങനെ ടീ ഗാർഡനും പൈൻ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ താമസിക്കുന്ന ഒരു ടൗൺ ഏരിയ, എപ്പോഴും എന്താ പറയുക, ബഹളവും വണ്ടികളും അങ്ങനെ തിരക്ക് പിടിച്ചൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഇതെല്ലാം കണ്ട് താമസിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ടൂറ് പോകാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യത്തുള്ളേ. പക്ഷേ ഇപ്പം എൻ്റെ കുട്ടികളും ഞാനുമായിട്ട് ഈ ഒരു കാര്യത്തിൽ വഴക്കാണ്. അവർക്കെപ്പോഴും ടൗണിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും പോകാനൊക്കെയാണ് അവർക്കിഷ്ടമേ. എന്നോട് ചോദിച്ചാൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്ലേസുകളായിരിക്കും. അതിന് അവർ വഴക്ക് പറയും, ഉമ്മിക്കെന്താ എന്നൊക്കെ പിടിച്ചിട്ട് എപ്പോഴും ഞാനുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ഇപ്പോൾ ഒരു 90% ആൾക്കാർക്കും എന്നെപ്പോലെ തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളോടായിരിക്കും ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വഴിയോരത്ത് ഇവിടെ ഒരുപാട് ഈ തട്ടുകട പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് അതൊരു പ്രത്യേകത തന്നെയാണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഇവിടുത്തെ ചായയാണ് മെയിനായിട്ട് വേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ്. അതുപോലെ തന്നെ ഈ ചെറുകടികളൊക്കെ ഉണ്ടല്ലോ, ഈ എന്താ പറയുക, ഏത്തയ്ക്കാപ്പം, ഉഴുന്നുവട അങ്ങനെയുള്ള അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ സ്ഥലം പോലെ തന്നെ ഇവിടുത്തെ ഫുഡിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും ഞാൻ വണ്ടി നിർത്തി അതുമൊക്കെ മേടിച്ച് കഴിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കാണണേ, എങ്കിലേ ഉള്ളൂ അത്യാവശ്യം ഇതിൻ്റെ മൊത്തം പ്രകൃതി ഭംഗിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഒരുപാട് കാണാനുണ്ട്, എന്നാലും ഒരു ആവറേജ് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണേ. എന്നെപ്പോലെ പ്രകൃതി രമണീയത ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുവേ. അപ്പം എന്താ പറയുക, കുട്ടിക്കാനം പോയിട്ടില്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി ഇതൊക്കെ നേരിട്ടൊന്ന് കണ്ട് ആസ്വദിക്കണേ. ഇപ്പോൾ നമുക്ക് പ്രിയദർശിനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലേഡീസിന് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. അല്ലെങ്കിലും നമുക്ക് പോകാൻ വലിയ ചിലവൊന്നും വരത്തില്ല. ഒരു വൺ ഡേ ട്രിപ്പ് പോകാനൊക്കെ അധികം ചിലവൊന്നും ഇല്ലാതെ പോയി വരാൻ പറ്റിയൊരു പ്ലേസാണ് ഈ കുട്ടിക്കാനമേ. പിന്നെ നമ്മൾ പോകുമ്പോൾ ഒന്നില്ലേ അതിരാവിലെ ഇറങ്ങാൻ നോക്കുക. ഒരു 6 മണി ടൈമിൽ ഒന്ന് ഇറങ്ങാൻ നോക്കുക. അതല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാൻ നോക്കുക. ഈ 2 ടൈമും ഇവിടെ ഭയങ്കര ഭംഗിയാണ്. ഞാൻ നേരത്തെ പോയിരിക്കുന്നതൊക്കെ ആ ഒരു ടൈമിലായതുകൊണ്ട് അപ്പം എനിക്കത് മനസ്സിലാവും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പോയത് ഒരു ഉച്ച സമയമാണ്. എങ്കിലും കുഴപ്പമില്ല, കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ടൈമിലാണ് പോകുന്നതെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുട്ടിക്കാനം ട്രാവൽ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ കുട്ടി വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.